അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മാറുകയാണ്. കൊച്ചുവും അമ്മയും അച്ഛനും എല്ലാവരും ജയിലിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. IPC 305, 315 ഈ രണ്ട് വകുപ്പുകളും ചുമത്തിക്കൊണ്ട് തന്നെയായിരിക്കാം കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കാണുന്നത്. ഗാർഹിക പീഡനങ്ങളായിക്കോട്ടെ, പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് മേലുള്ള അതിക്രമമായിക്കോട്ടെ, ഇതുപോലത്തെ കേസുകളെല്ലാം കൂടി എടുത്തു കൂട്ടി വായിക്കുകയാണെങ്കിൽ ഗർഭിണിയായിട്ട് പോലും തന്നെ അതിക്രമിച്ചു എന്നൊക്കെ പരാതിപ്പെടുമ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുക ണെങ്കിൽ കുടുംബമൊട്ടാകെ അഴിയെണ്ണും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് നിലവിലത്തെ സാഹചര്യവും സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IPC 305, 315 ഒന്ന് ജീവപര്യന്തം കഠിന തടവും 315 10 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകരമാണ്. പക്ഷേ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പോലീസ് കുടുംബത്തോടെ എല്ലാത്തിനെയും അഴിയെണ്ണിക്കും എന്നുള്ളത് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസമാണ് ഒരു വീഡിയോ പുറത്തു വന്നത്. അൺമാസ്കിംഗ് എന്ന പേരിൽ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, റിയലല്ല, റിയാലിറ്റി, യഥാർത്ഥ ജീവിതം ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾ കാണുന്ന പോലെ സന്തോഷകരമായ ജീവിതമൊന്നുമല്ല. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി. അതിൽ അമ്മയുടെ ഓഡിയോ ക്ലിപ്പും അച്ഛൻ്റെ ഓഡിയോ ക്ലിപ്പും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൊച്ചുവിനെ ന്യായീകരിച്ചുകൊണ്ട് കൊച്ചുവിൻ്റെ കസിനും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രവീൺ പ്രണവ് എന്ന യൂട്യൂബ് ചാനൽ, അത്രയധികം കോളിളക്കം സൃഷ്ടിച്ചിരുന്ന ഒരു യൂട്യൂബ് ചാനൽ ആകെ തകർന്നടിയുന്നൊരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെയും ചർച്ചാ വിഷയം. ഇപ്പോൾ കുടുംബമൊട്ടാകെ തന്നെ, പ്രത്യേകിച്ച് അമ്മായിയമ്മ നേർക്കും കമൻറ്റുകൾ നിറയുകയാണ്. ആ പാവം കൊച്ചിനെയെങ്കിലും കൊണ്ടുവന്ന് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നത് നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ എന്നത് തന്നെയാണ് ചോദ്യം. അങ്ങനെ നിരത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളും മുൾമുനയിലേക്കും തന്നെയാണ് കുടുംബം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മാറുന്നത്? അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? അങ്ങനെയെങ്കിൽ ജാമ്യ നടപടികളുമായി ആരായിരിക്കും മുന്നോട്ട് പോവുക? ആരായിരിക്കാം വക്കീല്? തുടങ്ങി നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തൊക്കെ തന്നെയായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അതിലേക്കൊരു തിരിച്ചു പോക്കില്ല. വീട് മാറുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രവീൺ പ്രണവ് എന്നിവർ രണ്ട് പാത്രങ്ങളായി മാറി. അങ്ങനെ ഒട്ടാകെ പ്രശ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ യൂട്യൂബ് ഫാമിലി.